വഹാബികള്, ഈ സ്വഹാബി ലീഗാര് എങ്ങനെ നിങ്ങൾ വന്നത്? ഈ വഹാബി ലീഗും സ്വഹാബികളും കുറച്ചേടായിട്ട് ആദ്യ കോലം എങ്ങനെയാനി ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായപ്പം ജിഫ്രി തങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നയിച്ചവരാണ് ഈ വഹാബികള്, ഈ സ്വഹാബി ലീഗാര്. മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണ്ട് എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ സമസ്തനെ നിങ്ങൾ ആരും സമസ്തനെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓസാരം വേണ്ട സമസ്തക്ക്. മനസ്സിലായില്ലേ? ഇത് ഇലാഹിയായ പ്രസ്ഥാനമാണ്. അല്ലായെ മാത്രം കൊള്ളടോ, മറ്റേതല്ലതും റോട്ടില് തള്ളടോ, അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നുമേ ഇല്ലടോ. ഇതാണ് സമസ്തന്റെ വിശ്വാസം. മനസ്സിലായ ഞങ്ങൾക്ക്? ഞങ്ങൾക്ക് നിങ്ങളൊരു മണ്ണാങ്കാട്ടന്റെ ആവശ്യമില്ല. നല്ലൽക്ക് നിന്ന് അങ്ങക്ക് നന്ന്, ഇങ്ങക്ക് നന്നായ നമ്മക്കും നന്ന്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ആരും കാലിന്റെ ഒട്ടുക്ക് വരുന്ന പ്രസ്ഥാനമല്ല, ഇത് ഇലാഹിയായ പ്രസ്ഥാനമാണ്. വാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച ഈ പ്രസ്ഥാനം ഇവിടെ ശക്തിയോടെ നിലകൊള്ളും. ഇതൊരു ഇലാഹിയായ പ്രസ്ഥാനമാണ്, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ അല്ല. അതുകൊണ്ട് തന്നെ അള്ളാനെ മാത്രം കൊള്ളടോ, മറ്റേതല്ലതും റോട്ടില് തള്ളടോ, അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നുമേ ഇല്ലടോ. അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹസ്ബി റബ്ബി സല്ലല്ലാഹ്. അറിയണേ വഹാബി ലീഗാരാ, അറിയണേ വഹാബികളുടെ ഖാദിമീങ്ങളായ സ്വഹാബി ലീഗാരാ, അറിയണേ മുനാഫിക് ലീഗുകാരാ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ അസ്സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങള്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 40 കൊല്ലത്തെ ജനറൽ സെക്രട്ടറി, അതായത് കേരള മുസ്ലിമീങ്ങളെ 40 കൊല്ലം നിയന്ത്രിച്ച ശൈഖുന ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങള്. എല്ലാ നിലക്കും അർഹനാണ്, ഇൽമു കൊണ്ട് അർഹനാണ്, തികഞ്ഞ ആലിമാണ്, സയ്യിദാണ്. ആ മഹാനെ നിങ്ങൾ എത്ര എതിർത്ത്, എത്ര ലീഗിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് നേതാക്കളി എന്ന് പറയപ്പെട്ട പലരും, ഫിറൗസിനെ പോലെ പലരും ശക്തമായി എതിർത്ത സമയമില്ലേ, കഴിഞ്ഞു പോയില്ലേ വഹാബികളെ, സ്വഹാബി ലീഗാരെ? അന്ന് നിങ്ങളെ അണ്ണാക്കിൽ നാവുണ്ടായിരുന്നോ? നിങ്ങളിപ്പോ സമസ്തനെ സ്നേഹിക്കാൻ വരുന്നു അല്ലേ? ഇപ്പോൾ നിങ്ങൾ സമസ്തക്ക് ഹിദ്മത്ത് ചെയ്യാന്ന് പറഞ്ഞ് വരുന്നു അല്ലേ? നിങ്ങൾ ആരുടെയും മുനാഫിക്കീങ്ങളെ പണി സമസ്തക്ക് ആവശ്യമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയും ഇത്തരം മുനാഫിക്കീങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാ, സയ്യിദുൽ ഉലമയെ എതിർത്തപ്പോ, സയ്യിദുൽ ഉലമയെ ശക്തമായി ചോദ്യം ചെയ്തപ്പോ, ഈ സ്വഹാബികളെന്ന വഹാബികളോ, സ്വഹാബികൾ വഹാബികൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ ലീഗിൽ കയറി കൂടിയവരോ, അല്ലെങ്കിൽ ഇത്തരം ലീഗിൽ പണത്തിന്റെ ആധിപത്യം കൊണ്ട് ലീഗിൽ നേതൃസ്ഥാനത്ത് കയറി പറ്റിയ ഒരു ഹംക്കളും ഉണ്ടായിരുന്നില്ല. അന്ന് എതിർത്തവരാരോ അവരെന്നെയാണ് ഇപ്പോഴും ലീഗിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ അവരൊക്കെ കർശനമായ ശക്തമായ ലീഗുകാരാണ്. അതുകൊണ്ട് അക്കളി സമസ്തയോട് വേണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരളീയത്തുൽ ഉലമാ അത് ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ്. അതിനോട് ഒരാളും കളിക്കേണ്ടതില്ല. എത്ര വല്യോൻ കളിച്ചാലും അവന് ഒന്നുമല്ലാതെയാകും. അങ്ങനെയാണ് കേരളത്തിലെ ചരിത്രം, മുൻകാല ചരിത്രം ഒന്ന് പഠിച്ചേക്കണം നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, സമസ്തയോട് കളിക്കാൻ വന്നാൽ അവൻ എത്ര വല്യോനായാലും, അവൻ ആര് തന്നെ ആയാലും ഒരു ഉണക്കപ്പുല്ലിൻ്റെ വില അവനുണ്ടാവൂല കേട്ടോ. ഇത് സമസ്തകളെ മിയത്തുൽ ഉലമയാണ്. സയ്യിദുൽ ഉലമാ അസ്സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ലീഗിന്റെ നേതൃത്വം
നേതൃസ്ഥാനത്തിരുന്ന് പലരും എതിർത്ത് ഒരു മുണ്ടാന് ഈ ഹംകള ആരുടെയും നാവ് തൊള്ളയിലുണ്ടായിരുന്നില്ല. അന്നും പ്രതികരിച്ചത് ഞങ്ങൾ തന്നെ, ഇന്നും പ്രതികരിക്കുന്നത് ഞങ്ങൾ തന്നെ. ഞങ്ങളോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കറകളഞ്ഞ പ്രവർത്തകരിൽ തന്നെ, ബഹുമാനപ്പെട്ട സമസ്തകളെ ജംഇയ്യത്തുൽ ആ വിശ്വാസത്തിൽ നിലകൊള്ളുന്നവർ തന്നെ. അതുകൊണ്ട് അത്തരം കളി കളിച്ചാൽ അവരെയൊക്കെ ഇരുത്തേണ്ട സീറ്റിൽ ഇരുത്തിയിരിക്കും. അതുകൊണ്ട് വഹാബികളെ, വഹാബി ലീഗാരെ, ഈ മുനാഫിക് ലീഗാരെ, അതുപോലെ തന്നെ പണത്തിന്റെ ആധിപത്യം കൊണ്ട്, പണച്ചാക്ക് കൊണ്ട് ലീഗിൽ സ്ഥാനം വാങ്ങി പറ്റിയവരില്ലേ? പണം കൊടുത്തിട്ട് ലീഗിൽ പല സ്ഥാനത്തും കയറി പറ്റിയോലില്ലേ? അങ്ങനെ ML ആയോലുണ്ടാവൂലേ? അങ്ങനെ മന്ത്രിമാരായോലുണ്ടാവൂലേ? അവര് ലീഗിനെ സ്നേഹിക്കുന്നവരാണോ? അല്ല. അവരാവട്ടെ ലീഗിന്റെ കഠിന ശത്രുക്കളല്ലേ? അത്തരക്കാർ പിന്നെങ്ങനെയാണ് നേതൃസ്ഥാനത്തൊക്കെ എത്തിപ്പെട്ടത്? പണം കൊണ്ടല്ലേ. പണത്തിന്റെ ചാക്കുകെട്ട് പണം കൊണ്ടല്ലേ. അല്ലാതെ അവരൊക്കെ ലീഗിനെ സ്നേഹിക്കുന്നവരാണോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്തരം അലിമിങ്ങളെ എതിർക്കാൻ അവർ ലീഗിന്റെ പ്ലാറ്റ്ഫോം തെരഞ്ഞെടുക്കുമായിരുന്നോ? അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അറിഞ്ഞിരിക്കണം, കേരളത്തിൽ രാവും പകലും കഷ്ടപ്പെട്ട് മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്, നേതാക്കളുണ്ട്. രാപ്പകലുകളിൽ ഉറക്കില്ലാതെ നിങ്ങൾക്കറിയണോ, ഞങ്ങളൊക്കെ ഇലക്ഷൻ സമയമായാൽ 1 മാസം 2 മാസം മുമ്പേ ഇതിൻ്റെ ബാക്കിലാണ്. ഇതിന് വോട്ട് പിടിച്ചലും, ഇതിന് കൊടികെട്ടലും, ഇതിന് വടിമുറിച്ചലും, കവുങ്ങ് നാട്ടലും, പൈൻ്റടിക്കലും, അത് നാട്ടലും, അങ്ങനെ തുടങ്ങി പോസ്റ്റർ ഒട്ടിക്കലും, മൈദ തേക്കലും, അതുപോലെ തന്നെ റോട്ടിൽ കോണി വരക്കലും, നമ്മുടെ ചിഹ്നം കോണി എന്ന ഇതിലടക്കം കാലങ്ങളോളം ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാ മേഖലയിലും പ്രവർത്തിച്ചവരാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇവരെ കൊണ്ട് ദീനിന് ഷർറുണ്ടാവൂല. ദീനിന് വരുന്ന ഷർറിനെ സമസ്ത കാവലായി നിലകൊള്ളുമ്പോ സമസ്തനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും സഹായിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെയാണ് ലീഗിന്റെ പാരമ്പര്യമുള്ളത്. ആ പാരമ്പര്യത്തിൽ എന്നും നിലനിൽക്കുമല്ലോ എന്നാഗ്രഹിച്ചിട്ടാണ്. ഞങ്ങളൊരു കക്കൂസിന് വേണ്ടി പണിയെടുത്തോലല്ല, ഞങ്ങൾക്കൊരു റോഡിന് വേണ്ടി പണിയെടുത്തോലല്ല, ഞങ്ങളെ വീട്ടിലെ മറ്റ് കാര്യങ്ങൾക്ക്, കിണറിന് അൾമറക്ക് വേണ്ടി ലീഗിൽ പ്രവർത്തിച്ചവരല്ലേ? അല്ല. അതുകൊണ്ട് സാധുക്കളായ ലക്ഷോപലക്ഷം അണികളുള്ള ഈ അണികളാണ് ഇന്ന് നിങ്ങളെ എതിർക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ പാവങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങളെ അലിമീങ്ങളെ എതിർക്കാനോ ഞങ്ങളെ പ്രസ്ഥാനത്തിനെ എതിർക്കാനോ വരുന്ന ലീഗിലുള്ള എത്ര വലിയവനായാലും ഓനെ കുന്നി പിടിച്ച് പുറത്താക്കാൻ ലീഗ് നേതാക്കളെ നിങ്ങൾ തയ്യാറാകണമെന്ന് സകല ലീഗിന്റെ നേതാക്കളെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വളരെ സങ്കടത്തോടെ പറയുന്ന വാക്കാണ്. ലീഗിന്റെ സകല നേതാക്കളും ഈ കാര്യം ഗൗരവത്തോടെ എടുക്കണമെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സകല ലീഗിന്റെ നേതാക്കളോടും ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്കറിയണോ, ഓരോ നാട്ടില് പാവപ്പെട്ട ആളുകള് രാവും പകലും ഇലക്ഷൻ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, കവുങ്ങ് മുറിക്കല്, പൈൻ്റടിക്കല്, റോട്ടുമ്മല ഇതല്, പോസ്റ്റർ ഒട്ടിക്കല്, ഇങ്ങനെ നിൽക്കാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നേതാക്കൾ വരും, ഇലക്ഷൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നേതാക്കൾ വരും. അപ്പോൾ നാട്ടിൽ ചില ആൾക്കാരുണ്ടാവും, അവരെ നിങ്ങൾക്കറിയോ, അവർ വെള്ള തുണിയും കുപ്പായിട്ട്, ഇസ്തിരിയിട്ട കുപ്പായിട്ടിട്ട്, കുപ്പായത്തിലൊരു ചളി പോലും ആവൂല, തുണിയും കുപ്പായും ചുളിയുക പോലുമില്ല. അവർ നേരം കെട്ട് വരും, പോസ്റ്റർ ഒട്ടിച്ചിനോടത്ത് വന്നിട്ട് 2 പോസ്റ്റർ ഒട്ടിച്ചിനമാതിരി കാട്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നേതാക്കളൊപ്പം ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ വാട്സപ്പിൽ അങ്ങോട്ട് അയക്കണോലുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോ വിഭാഗം ഈ ലീഗിലുണ്ടേ. കാലങ്ങളോളമായി അവരെ ഓഫീസിൽ ഫോട്ടോത്തിൽ അവരുണ്ടാവും, അവർ എവിടൊക്കെ ഫോട്ടോകൾ വരുന്നോ അവിടൊക്കെ പോലുണ്ടാവും, വാട്സാപ്പിൽ പോലുണ്ടാവും. പക്ഷേ സാധുക്കളായ ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്ക് ഏതെങ്കിലും പാടത്ത് കവുങ്ങ് വെട്ടാകും, ചിലരുണ്ട് റോഡ് സൈഡിലെവിടെയെങ്കിലും കവുങ്ങ് നാട്ടാവും, ചിലർ കുഴി കുത്തുന്നുണ്ട്, ചിലർ ചിരട്ട കൊണ്ട് മണ്ണ് മാന്തുന്നുണ്ട്, ചിലർ റോട്ടുമ്മല ഇതുന്നുണ്ട്. അവരോ ആത്മാർത്ഥമായി ഈ പ്രസ്ഥാനത്തിന് ഒന്നും പ്രതീക്ഷിക്കാതെ, കടർന്ന അൾമറക്ക് പ്രതീക്ഷിക്കാതെ പാവപ്പെട്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരാണ് ഇന്ന് നിങ്ങളെ എതിർക്കുന്നത്. ആ എതിർക്കുന്നവർ അന്ന് വെള്ളകുപ്പായിട്ട് ഫോട്ടോത്തിൽ തലകണ്ടിച്ച് നിന്നവർ മാത്രമാണ്. ഒരു പോസ്റ്ററും അവർ ജീവിതത്തിൽ ഒട്ടിച്ചിട്ടില്ല. ഓരോ നാട്ടിലും നിങ്ങൾ അന്വേഷിക്ക്, അവരാണ് നാട്ടിലെ നേതാക്കൾ എന്ന് പറയപ്പെടുന്നവർ. അവരാവട്ടെ മുനാഫിക്കീങ്ങൾ തന്നെ. ഇവിടെ ലീഗിനോടുള്ള ശത്രുത കൊണ്ടും ലീഗിനോടുള്ള വിരോധം കൊണ്ടും അങ്ങനെ ഒരു വിരോധം ഇവിടെ ആർക്കില്ല. ഇവിടെ ലീഗ് വിരോധമോ അല്ലെങ്കിൽ ലീഗിനോടുള്ള ശത്രുത ഒന്നുമല്ല. ഈ എതിർക്കപ്പെടുന്ന ആൾക്കാർ മുഴുവനും ലീഗിന്റെ സജീവ പ്രവർത്തകരാണ്. ലീഗുകാരല്ലാത്ത ആരും ഇപ്പോൾ ലീഗിനെ എതിർക്കണില്ല.
ഇപ്പൊ ലീഗിനെ എതിർക്കണോലൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ലീഗിനും വേണ്ടി അനുകൂലിക്കുന്ന ആൾക്കാരെക്കാൾ 1000 ഇരട്ടി ലീഗിന് ശക്തമായി പ്രവർത്തിച്ച ആൾക്കാരാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചണോ? ഇപ്പൊ ലീഗിനും വേണ്ടി സംസാരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, ഓലെക്കാളും എത്രയോ സ്ട്രോങ്ങിൽ ഈ പാർട്ടിക്കും വേണ്ടി പകല് കഷ്ടപ്പെട്ട ആൾക്കാരപ്പം ലീഗിനെ എതിർക്കുന്നത്. അതാണ് പോയിന്റ് നമ്പർ 1. അതിമേ പിടിക്കും നിങ്ങൾ. അല്ലാതെ ലീഗിനും വേണ്ടി പകലുകളിൽ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിരുന്ന അതിസജീവ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ലീഗിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഈ ലീഗ് നേതാക്കൾ പഠിക്കേണ്ടത്. ലീഗിൻ്റെ നേതാക്കൾ ഇപ്പം മീറ്റിംഗ് കൂടിയാണ്ട് ഒരു വലിയ പഠനം നടത്തേണ്ട സമയമാണ്. എന്ത്? നമ്മക്കും വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി പകലുകളിൽ പണം കൊടുത്തും സമ്പത്ത് കൊടുത്തും ആരോഗ്യം കൊടുത്തും ആവത് കൊടുത്തും ഒരു ആയുസ് മുഴുവനും ഈ പ്രസ്ഥാനത്തിനും വേണ്ടി ചെലവാക്കിയ ആൾക്കാർ നമുക്കിപ്പോൾ എതിരാകുന്നു, നമ്മളെ പാർട്ടിക്ക് എതിരാകുന്നു. അത് എന്തുകൊണ്ട് എതിരാകുന്നു എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ട സമയമാണ്. നേതാക്കന്മാർ മീറ്റിംഗ് കൂടി എവിടെ കൂടിയാലും ചർച്ച ചെയ്യേണ്ടത് അതാ. നമ്മളെ പ്രവർത്തകരൊക്കെ നമുക്കെതിരായി, നമ്മളെ പ്രസ്ഥാനത്തിനെതിരായി, എന്തുകൊണ്ട് എതിരാകുന്നു എന്നതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ, ഒരു പഠനം നടത്തേണ്ട സമയമാണ്. അല്ല കുറ്റപ്പെടുത്തേണ്ട സമയമല്ലത്. അത് എല്ലാവരും മനസ്സിലാക്കണം, എല്ലാ ലീഗ് നേതാക്കളും മനസ്സിലാക്കണം. ലീഗിൻ്റെ ഏറ്റവും കറകളഞ്ഞ ലീഗ് പ്രവർത്തകരൊക്കെ ഇപ്പോൾ ലീഗിന് എതിരാകുന്നത് എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് ഒരു അണിയറയിൽ വലിയ പഠനം നടത്തേണ്ട സമയം. ആ സമയം പഠനം നടത്താതെ ലീഗിനെ എതിർക്കുകയാണ്, ലീഗ് വിരോധമാണ്, ലീഗ് വിരോധം മൂത്തവരാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവരെ വീണ്ടും കുറ്റപ്പെടുത്തിയാണ് ഒന്നും കൂടി പ്രഷർ കൂട്ടിച്ച. ഇതെന്തിനാ? ഈ ലീഗ് വിരോധം മൂത്തവരാണ് അല്ലെങ്കിൽ ലീഗ് വിരോധികളാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ലീഗിൻ്റെ സജീവ പ്രവർത്തകരെ ഒന്നുമല്ലാത്ത കോലത്തിലാക്കി ചിത്രീകരിക്കുന്നത് എന്തിനാണ്? അവരെ ഈ വിരോധം ഉണ്ടെങ്കിൽ തന്നെ ആ വിരോധം ഒന്നും കൂടി ശക്തിപ്പെടുത്താനാണ് അത് സഹായിക്കുക. അങ്ങനെയാണ് സഹായിക്കുക. അതേ സമയത്ത് ഒരു ഒറിജിനൽ അന്തമുള്ള ലീഗുകാരുണ്ടെങ്കിൽ, അന്തും ബുദ്ധിയും തലച്ചോറുള്ള ലീഗ് നേതാക്കൾ ഉണ്ടെങ്കിൽ ഓലെന്താ ചെയ്യേണ്ടത്? നമ്മളെ പ്രവർത്തകരൊക്കെ, നമുക്ക് രാവും പകലും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട കേരളത്തിലെ ഈ ലീഗിനും വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമുക്ക് എതിരായി, നമ്മളെ പ്രസ്ഥാനത്തിനെതിരായി. ഇത് എന്തുകൊണ്ട് എതിരായി? ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് എതിരായി എന്നുള്ളതിനെ നമ്മളെ പറ്റി പഠനം നടത്തണം. അതിൻ്റെ സമയമാണ്. അതിനാണ് ഇപ്പോൾ ലീഗ് ഓഫീസിൽ എവിടെ മീറ്റിംഗ് കൂടിയാലും അതിനുള്ള സമയം അപ്പം അതിനാണ് സമയം കണ്ടെത്തേണ്ടി. വേറെ കുറേ കൊടി കെട്ടില്ല ബടി കെട്ടില്ല വേണ്ടി. നമ്മളെ അണികൾ നമുക്കെതിരാകുന്നു എന്തുകൊണ്ട്? ഇതിനെക്കുറിച്ച് ഒരു ശക്തമായ പഠനം നടത്തേണ്ട സമയത്ത് അപ്പോഴും കുറ്റപ്പെടുത്തിക്കാണ്ടും കുഞ്ഞാപ്പ് പോയി നടക്കുക. അത് എന്തുകൊണ്ടാണ്? അന്തല്ലേറ്റ് തല വലിയ ഉണ്ടായിട്ട് കാര്യം, അതിൻ്റെ ഉള്ളിൽ എന്ത് ആൾപ്പാർപ്പ് വേണം. നോക്കി, വലിയൊരു തല ഉണ്ടായിട്ട് അതിനോടൊരു കാര്യമില്ല. തലൻ്റെ ഉള്ളിൽ ആൾപ്പാർപ്പ് വേണം, ആൾതാമസം വേണം. മനസ്സിലായില്ലേ? അതിനൊക്കെ നിങ്ങൾ AP-കാരെ കണ്ട് പഠിക്കുക. കാര്യം എന്തായാലും ഏത് വിഷയമായാലും AP-കാർക്ക് അത്തരം വിഷയത്തിലൊക്കെ കുറച്ച് അന്തമുണ്ട്. കാരണം ഓല ആൾക്കാർ AP-ക്കെതിരായി, AP-യിലെ നിലപാടുകൾക്കെതിരായി, പല വിഷയങ്ങൾക്കും എതിരായി വന്നപ്പോൾ ഓലെന്ത് ചെയ്ത്? കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി. എന്ത്? നമ്മളണികൾ തന്നെ നമുക്കെതിരാകുന്നു, നമ്മൾ എതിർക്കപ്പെടുന്നു, എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ആ പഠനത്തിൽ ഓൽക്ക് ബോധ്യപ്പെട്ടെന്ത്? നമ്മൾ ഈ കൊണ്ടുവന്ന ഈ വ്യാജമുടിയാണ് കാരണം. അതോടുകൂടെ എന്താക്കി? വ്യാജമുടി എന്ന വിഷയത്തിൽ ഇനി ചർച്ച നടത്തരുത്, സംവാദം നടത്തരുത്, ഗണനം നടത്തരുത്, അതുമായി ബന്ധപ്പെട്ടുകൂടി ചർച്ച നടത്തരുത് എന്ന് തൻ്റെ അണികൾക്കും സഖാഫിമാർക്കും മറ്റും എന്ത് ചെയ്ത് ഉത്ബോധനം കൊടുത്ത്. അപ്പോൾ എന്ത് ചെയ്ത്? ആര് പറഞ്ഞാലും ആ വിഷയത്തിൽ ആരും ഇടപെടാതൊന്ന്, മുടി എന്നുള്ള വിഷയം ചർച്ചയില്ല, സനത് മറ്റേ മറിച്ച് പറഞ്ഞാൽ വാട്സപ്പിലുള്ള ചർച്ചകൾ ഏറെക്കുറെ പോലെ നിർത്തിവെച്ച് മറ്റാരും ഇങ്ങോട്ട് പറഞ്ഞാലും ശരി അതിനൊന്നും മറുപടി അറിയാൻ പോണ്ടാറിഞ്ഞു. അതെന്താ? അത് പെട്ടീണെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ വിഷയത്തിലൊരു ചർച്ച നടന്നാൽ നമ്മളെ അണികൾ നമുക്ക് തന്നെ എതിരാവുകയാണ്. പല മേഖലയിലും നമുക്ക് പ്രതിസന്ധി ഉണ്ട്. നൗഷാദ് ഹൈസിനെ അങ്ങോട്ട് പോയി, മൂപ്പരെ കൂടി കുറേ ആൾക്കാർ പോയി, കുറേ ആൾക്കാർ SK-ക്ക് പോയി, ആകെ അങ്കലാപ്പായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തടയിടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ വെച്ച് ഇതെന്തുകൊണ്ട് എന്നുള്ള പഠനം നടത്തിയിട്ടാണ് ഓരോ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? അതെന്താ? അതായത് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ അന്തമുണ്ടായി. ലീഗുകാർക്ക് ഇപ്പോഴും അന്തം വെച്ചില്ല. ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി. ലീഗിൽ നെഞ്ചിലും കൽബിലും രക്തത്തിലൊക്കെ അലിഞ്ഞു ചേർന്നിരുന്ന, അതായത് ലീഗുകാർ എന്ന് പറഞ്ഞു നടക്കണവരല്ല, ഒറിജിനൽ ലീഗുകാർ പറഞ്ഞാൽ പകലുകളിൽ ലീഗിനും വേണ്ടി പ്രവർത്തിക്കണോല. ലീഗിൽ പല സൈസ് സാധനങ്ങളുണ്ട്. കേട്ടോ, നോക്കി താന്തപിടി ഇവിടെ ശ്രദ്ധിക്ക്. പല ജാതി സാധനങ്ങളും ലീഗിലുണ്ട്. പണത്തിൻ്റെ ആധിപത്യം കൊണ്ട് തങ്ങളുടെ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു രാഷ്ട്രീയം വേണം എന്ന നിലക്ക് മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച് നേതാക്കളായ ധാരാളം ആളുകൾ മുസ്ലിം ലീഗിൽ എല്ലാ നാട്ടിലും എല്ലായിടത്തും ഒരുപോലെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
മറ്റു ഫോട്ടത്തിൽ വരാനും ഞാനൊരു സംഭവമാണെന്നുള്ള നിലക്ക് പല ആൾക്കാരും എന്താണ് സ്വന്തം അധികാരമോഹം വെച്ചുകൊണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച് അധികാരം കിട്ടിയാൽ കയറും, കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി അധികാരത്തിനും വേണ്ടി കളിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരും ലീഗിലുണ്ട്. ഇങ്ങനെ പല ജാതി, ഇതൊക്കെ എല്ലാ പാർട്ടിയിലും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും, മനസ്സിലായില്ലേ? അതേസമയത്ത് ആത്മാർത്ഥമായി ഈ പ്രസ്ഥാനത്തിനും വേണ്ടി പകലുകളിൽ കഷ്ടപ്പെട്ട് സമ്പത്ത് ചെലവാക്കി ആരോഗ്യം ചെലവാക്കിയ ഒരുപാട് പാവങ്ങളുണ്ട്. ഓൽക്ക് അതിൻ്റെ ലക്ഷ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് ലീഗിന് എതിർക്കപ്പെടുന്നത്. അപ്പോൾ ഇവർ എന്തിന് എതിർക്കപ്പെടുന്നു, എന്തുകൊണ്ടാണ് ഇത്തരം ആത്മാർത്ഥമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ലീഗ് നേതാക്കൾ ഒരു പഠനം നടത്തേണ്ട സമയമാണിത്. ആ സമയവും ഈ എതിർക്കപ്പെടുന്നവരെ കുറ്റപ്പെടുത്താനാണ് വീണ്ടും അവർ സമയം കണ്ടെത്തുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക? ലീഗ് ഇവിടെ ഇല്ല. ലീഗിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ലാതാവും. കഴിഞ്ഞ ഇലക്ഷനൊക്കെ കണ്ടില്ല നിങ്ങൾ? ബംഗാളികളാണ് അധിക സ്ഥലത്തും പോസ്റ്റർ ഒട്ടിച്ചിന്, നോട്ടീസ് ഒട്ടിച്ചിന്. എന്തേ? മറ്റവരെ ഈ പണിക്കൊന്നും കിട്ടൂലെന്ന് ഈ കുപ്പായം മാറ്റി ഫോട്ടോത്തിൽ വരാൻ നിൽക്കുന്ന ആൾക്കാർ ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കേട്ടോക്കി, ഓല ആ ഫോട്ടോ എടുക്കാൻ നേരത്തെ നേതാക്കന്മാരെ കൂടെ ഉത്തരുന്നതാണ് നല്ലത്. വെള്ളം ഉണി പായും ചുളിയാതെ വന്നുകൊണ്ട് ഫോട്ടോ എടുത്താണ്ട് വിട്ടാണ്ട് ഒരു പെരെ പോകും ചോദിച്ചു. ഉണ്ടാവുക, മനസ്സിലായോ?